എന്നിട്ട് ഇത്രയും ദിവസം ഞാൻ ഒരു ചാനലിന് മുമ്പിൽ വരിക അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊന്നും പറയുകയൊന്നും ഉണ്ടായില്ല. സത്യമായും ഞാൻ എന്റെ നാവിനെ കാടുകയറ്റില്ല, വായ കൊണ്ട് സാഹിത്യം കാഷ്ടിക്കില്ല, ലേഖന സമ്പ്രദായത്തിൽ വാക്കുകൾ നിങ്ങൾക്ക് നേരെ എറിയുകയില്ല. പോങ്സ്കൃതം ഉപയോഗിക്കാതെ തീർത്തും ഹരിത മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിച്ചോളാം. വാക്ക് സത്യം, വിശ്വസിക്കണം. ആ കുട്ടി ആദ്യം ഓടിക്കേറി വന്നത് ഇവിടെയാണ്. ഒരു ചെറിയ സംഖ്യ പതിവ് പ്രേക്ഷകർ എനിക്കുണ്ട്, ചെറിയൊരു പ്രേക്ഷക സമൂഹം ഈ പോങ്ങനുണ്ട്. പോങ്ങൻ എന്തു പറഞ്ഞാലും വീഡിയോയുടെ വിഷയം നോക്കാതെ പോങ്ങനെ തന്നെ ഒരു വിഷയമായി കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ പറയുന്നതൊക്കെ കേട്ട്, ശ്രദ്ധയോടുകൂടി കേട്ട്, സ്കിപ്പാതെ കേട്ട്, അത് മുഴുവൻ കേട്ടതിന് ശേഷം അതിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കുവെച്ചുകൊണ്ട്, അങ്ങനെ അഭിപ്രായ കൈമാറ്റങ്ങൾ നടത്തിക്കൊണ്ട്, ഒരു പ്രത്യേക രീതിയിലുള്ള ആശയവിനിമയങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് വളരെ ചെറിയ ഒരു പ്രേക്ഷക സമൂഹവുമായി പോങ്ങൻ ഇവിടെ കഴിഞ്ഞുകൂടുകയാണ് പതിവ്. അങ്ങനെ വരുമ്പോൾ അവരിൽ കുറച്ചു പേർ കഴിഞ്ഞ ദിവസം പോങ്ങനോടൊരു ചോദ്യം ചോദിച്ചു. കൃത്യമായും ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ആത്മാർത്ഥമായി അതീവ ഗൗരവത്തോടെ നൽകേണ്ടത് എൻ്റെ ബാധ്യതയാണ്, ചുമതലയാണ്, കർത്തവ്യമാണ്, കടമയാണ് എന്നുള്ളത് കൊണ്ട് ആ ഉത്തരമാണ്, അല്ലെങ്കിൽ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സംസാരം. അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈ നായിൻ്റെ മോൻ മറുപടിയൊന്നും കൃത്യമായിട്ട് നൽകില്ല എന്ന വിചാരം കൊണ്ട് ചോദിക്കാൻ മടിച്ചവർ, ചോദിക്കാൻ മറന്നുപോയവർ, ചോദിക്കാനിരിക്കുന്നവർ, ചോദിക്കാൻ തന്നെ ഓർക്കാതിരുന്നവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള ഉത്തരമാണ് ഈ സംസാരം. അപ്പോൾ അവൾ എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടി വരും. ആ ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ട് പോങ്ങൻ ദിലീപിനെ ഇത്രമാത്രം വിശ്വസിക്കുന്നു? എന്തുകൊണ്ടാണ് അതിവൈകാരികമായി പോങ്ങൻ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഞാൻ ദിലീപിനെ ഇത്രമാത്രം വിശ്വസിക്കുന്നത്? ഈ കേരള ജനതയിലെ പ്രബുദ്ധ ജനത മുഴുവൻ എന്ന് പറയാവുന്ന രീതിയിൽ, അതായത് ഒരുവിധം നമുക്ക് തലയ്ക്ക് വെളിവുണ്ട് എന്ന് പരസ്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ള പല വ്യക്തിത്വങ്ങളും ദിലീപിന് എതിരായിട്ട് നിലകൊള്ളുമ്പോൾ പോങ്ങൻ എന്തുകൊണ്ടാണ് ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഉത്തരം, എൻ്റെ സാമാന്യ ബോധം അതിനെന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. എൻ്റെ സാമാന്യ ബോധം, എൻ്റെ യുക്തിബുദ്ധി അതെന്നെ ഈ നിലയിലുള്ള ഒരു നിലപാട് കൈക്കൊള്ളാൻ എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മാറി ചിന്തിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. സാമാന്യ ബോധവും യുക്തിബുദ്ധിയും എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനും അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പൊതുവായ എൻ്റെ ചില ബോധ്യങ്ങളാണ്. അതായത്